അങ്ങനെ മോളും മോനും ഉണ്ണിക്കണ്ണനും വന്നു. 10 ദിവസം അമ്മയുടെ അടുത്തും മാമൻ്റെ അടുത്തും അച്ചാച്ചൻ്റെ അടുത്തൊക്കെ കളിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു. ദിവസങ്ങൾ പോകാനുള്ള ദിവസങ്ങളെടുത്തു. അപ്പം തൊട്ട് അമ്മമാർക്ക് മനസ്സിന് പ്രയാസം, ഇനി എന്ന് വരും എന്നുള്ള ചിന്തയല്ലേ. എത്ര ദിവസം നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് നിന്നാലും അവർ പോകുമ്പോൾ വല്ലാത്തൊരു പ്രയാസം. കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ സൗകര്യങ്ങളും എല്ലാതും നോക്കിയിട്ട് എല്ലാവർക്കും നമ്മുടെ അമ്മമാരുടെ അടുത്ത് വന്നിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മേരെ മോൾ ഇന്നത്തെ ദിവസം ഇവിടെ നിന്നിട്ട് പോടാ, അമ്മേരെ കാലത്തോളം അമ്മ പറയുള്ളൂ. അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പം നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആങ്ങളമാർക്ക് സ്നേഹമില്ലാണ്ടോ മറ്റുള്ളവർക്ക് സ്നേഹമില്ലാണ്ടോ ഒന്നുമല്ല. എല്ലാവരും സ്നേഹിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്കുള്ളൊരു പ്രത്യേക ഒരു താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്മളവിടെ നിന്നാലും പൂതി മാറില്ല. ഇന്നത്തെ കൂടി നിന്നിട്ട് മോനെ, അമ്മരമോള് പൂവല്ലേ ഇനി എന്നാ വരിക, അമ്മരമോള് പൂവല്ലേ ഇനി എന്നാ വരിക. ആ ഒരു ചോദ്യം അവരില്ലാണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ വിഷമം അറിയുന്നത് അല്ലേ. അതുപോലെ നമ്മുടെ മക്കൾ വന്നിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ ഇനി എൻ്റെ കുട്ടികൾ എന്നാ വരിക, ഇനി എന്നാ വന്നിട്ട് ഇവിടെ വന്ന് ഓടിക്കളിക്കാൻ, വല്ലാത്തൊരു പ്രയാസമുള്ളൊരു അവസ്ഥയാണല്ലേ. അതെല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവും എന്നാണ് എൻ്റെ വിചാരം. മക്കളെ കല്യാണം കഴിച്ച് കൊടുത്തു പോയി കഴിഞ്ഞാൽ അവർ വരുന്നത് കാത്തിരിക്കും. അവർ പോകുമ്പോഴത്തെ ഒരു വിഷമം വല്ലാത്തൊരു പ്രയാസം തന്നെയല്ലേ. നമ്മൾക്കും നമ്മുടെ അമ്മ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ പറയും, അമ്മേരെ വിളിച്ചോളൂട്ടാ, ഇനി എന്നാ എൻ്റെ കുട്ടികൾ വരിക, അമ്മേരെ കാലത്തോളം അമ്മ പറയുള്ളൂ കേട്ടോ പൊന്നോ. ആ ഒരു പ്രയാസം ഇപ്പം നമുക്ക് മനസ്സിൽ മക്കൾ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ഇല്ലേ. എല്ലാ അമ്മമാർക്കും ഇല്ലേ അങ്ങനെ വിഷമങ്ങളൊക്കെ.